ശരിക്കും എന്റെ പ്രൊഫഷൻ എന്താണെന്ന് ചോദിച്ചു കേട്ടോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ഇന്റെ ട്രെയിനിൽ പാനിപൂരി എന്ന് പറഞ്ഞെടുക്കണവും റോട്ടിത്തെ കുഴി എണ്ണണമൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഇന്നത്തെ ക്ലാസ് മണ്ണാർക്കാട് അടുത്ത് കമ്മുസൂഫി കോളേജിലാണ്. അപ്പൊ മാമന്റെ പുറച്ചിൽ റേഞ്ച് റോവർ കണ്ടപ്പോ അതിൽ പരിപാടിക്ക് പോകാൻ ഒരു പൂതി മാമ ആക്കി തരാന്നും പറഞ്ഞ്. എന്താ ഇത് ആക്ടേഴ്സിന് മാത്രമൊന്നല്ലല്ലോ റേഞ്ച് റോവറിൽ പരിപാടിക്ക് പോകാൻ പറ്റുക. ഇന്ന് വരെ സാഹിത്യ സമാജത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 2 മണിക്കൂറുള്ള പബ്ലിക് സ്പീക്കിംഗിന്റെ ക്ലാസ്സാണ് നമുക്ക് ഉണ്ടായിരുന്നത്. കോളേജിലെത്തിയപ്പോ കുട്ടികളൊക്കെ ഭയങ്കര സ്വീകരണം തമാശ ചെന്നപ്പോ തന്നെ കുറച്ച് കുട്ടികൾ ഇങ്ങനെ പുറത്തൊക്കെ നിൽക്കുന്നുണ്ട്. ഭയങ്കര സ്വീകരണം. ഇവരെ കോളേജ് യൂണിയൻ ആയിട്ട് ഈ പരിപാടി എടുത്തത്. ഇവര് സ്ഥിരമായിട്ട് നമ്മളെ മോട്ടിവേഷൻ വീഡിയോ കാണലുണ്ടെന്നും ടോക്ക് വിത്ത് സെയ്ദ് എന്നുള്ള പേജിൽ നിന്ന് കണ്ടിട്ടാണ് നിങ്ങളെ വിളിച്ചതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ പേജ് തുടങ്ങിയതിന് ഒരു ഉപകാരം ഉണ്ടായിട്ടോ. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നെങ്കിൽ അതിനൊരു പേജൊക്കെ ഉണ്ടാക്കി വെച്ചോളൂ. എവിടെയെങ്കിലുമൊക്കെ വെച്ചൊരു ഉപകാരം ഉണ്ടാവും. പരിപാടിക്ക് എത്തിയപ്പോ തന്നെ അവിടുത്തെ ഒരു സാറിന്റെ പ്രസംഗം കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ തുടങ്ങി 2025 മാറ്റത്തിന് പറ്റിയൊരു കൊല്ലാണെന്നും ഒരുപാട് നടക്കൂല എന്ന് വിചാരിച്ച കാര്യങ്ങൾ നടന്ന കൊല്ലാണെന്നൊക്കെ ഓൽക്ക് പറഞ്ഞു കൊടുത്തു. തുടക്കത്തിൽ തന്നെ സ്പോർട്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഹാരി കെയ്ന് കപ്പിട്ടിയാവും വിരാട് കോഹ്ലിക്കും ബാംഗ്ലൂരിനും കൊല്ലങ്ങളെ കാത്തിരിപ്പിനൊടുവിൽ കപ്പിട്ടിയൊക്കെ അതിന് ഭയങ്കര ഒരു ഉദാഹരണമായിരുന്നു. പിന്നെ ഓൽക്ക് നമ്മളെ പേടി പോകാനും ആൾക്കാരുടെ മുമ്പിൽ എണീറ്റിക്കാനുള്ള കുറെ ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞപ്പോൾ നല്ല ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി കിട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓൽക്ക് കുറെ ഗെയിംസും ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്തിട്ടോ. ഓഡിയൻസിന്റെ എണ്ണത്തിനനുസരിച്ചാണ് ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. വലിയ ഓഡിയൻസ് ആയതുകൊണ്ട് ഓൽക്ക് പറ്റിയ ആക്ടിവിറ്റികൾ നമ്മൾ കൊടുത്തിട്ടോ. എല്ലാവർക്കും കൂടി ചെയ്യാൻ പറ്റിയ. അങ്ങനെ വന്നപ്പോ അന്തം വിട്ട് നോക്കുന്ന കുട്ടികളൊക്കെ പരിപാടി കഴിഞ്ഞപ്പോ പക്ക എനർജി ആയി നമ്മളെ കട്ട ടീമായിട്ടോ. പിന്നെ ഒരു വിടണില്ലേ. അപ്പൊ നമ്മള് ഇവിടെ തയ്യോട്ടിച്ചിറ കമ്മുസൂഫി കോളേജില് എന്താ KMIC അല്ലേ, KMIC ഒരു പവർ ടീമിന്റെ അടുത്തേക്കാണ് വന്നത്. എന്താ കണ്ടോളി, നല്ല എനർജി ഉള്ള ടീമാട്ടോ. മാഷാ അല്ലാഹ്. അപ്പൊ കാണാം ബൈ. അങ്ങനെ 2 മണിക്കൂർ പ്ലാൻ ചെയ്ത പരിപാടി കഴിഞ്ഞപ്പോ 3 മണിക്കൂറിന് എടുത്തായിട്ടോ. ചെക്കന്മാർ ഒരേ ത്രില്ലില്. അപ്പൊ അടുത്ത പരിപാടി 17-ാം തീയതി വയനാട്ടിലൊരു കോളേജിലാണ്. അതുവരെ എങ്ങോട്ടെങ്കിലും ഒക്കെ സഫർ ചെയ്യണം. അപ്പൊ അടുത്ത വിശേഷങ്ങളുമായി കാണാം. അതുവരേക്കും മാസ്സലാമ.